Hello students. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസൈൻ കൺസെപ്റ്റ്സ്. നെക്സ്റ്റ് വൺ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ആണ്. അപ്പം അതിനകത്ത് നമ്മൾ ആർക്കിടെക്ചർ ഫോം ചെയ്യുന്നത് എന്ത് മോഡൽ അല്ലെ ഏത് രീതിയിലായിരിക്കണം, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ഈസ് ദി ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഓഫ് പ്രോഗ്രാം components modules ആണ്. The manner in which these components interact with the structure of data that are used by the component. അപ്പം set of properties should be specified as part of an architectural design. Okay, structural properties, extra functional properties ഒക്കെയാണ് വരുന്നത്. അപ്പം സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this aspect of the architectural design representation defines the components of a system and the manner in which those components are packaged and interact with one another. Components of the system എന്ന് പറഞ്ഞാൽ modules and objects ആണ്. അപ്പോൾ സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ നിങ്ങൾ ജാവയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സോ അതിനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് എന്തൊക്കെ ഫങ്ഷണാലിറ്റീസ് ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സസ് ഫോം ചെയ്യും. അതിന് ഓബ്ജക്റ്റ് കറസ്പോണ്ടിങ് ക്രിയേറ്റ് ചെയ്യും. ഓരോ ഫങ്ഷൻസ് ആ ഓരോ ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പം അതർ ക്ലാസ്സസ് അല്ലെ ഫങ്ഷൻസിന് വേറൊരു ക്ലാസ്സിലെ മോഡ്യൂൾസിൽ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ എക്സ്ട്രാ ഫങ്ഷണൽ പ്രോപ്പർട്ടീസ്. The architectural design description should address how the design architecture achieves requirements for performance, reliability, security, adaptability and other system characteristics. Also നമ്മുടെ മോഡ്യൂൾ വൈസ് അല്ല ടെക്നിക്കൽ ആസ്പെക്റ്റ് നോക്കുന്നതിനോടൊപ്പം തന്നെ പെർഫോമൻസ്, റിലയബിലിറ്റി, സെക്യൂരിറ്റി, അഡാപ്റ്റബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇതിനകത്ത് consider ചെയ്യണം. That is extra functional properties. Then families of related systems. The design should have the ability to reuse architectural building blocks. Okay, പിന്നെ നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡേറ്റാ സ്ട്രക്ചർ. അപ്പം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഡേറ്റാ സ്ട്രക്ചർ ഒക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഡേറ്റാ സ്ട്രക്ചർ ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ലോജിക്കൽ റിലേഷൻഷിപ്പ് എമംഗ് ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് ഓഫ് ഡേറ്റ. നമുക്കറിയാം ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ലോജിക്കൽ റിലേഷൻഷിപ്പ് എമംഗ് ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് ഓഫ് ഡേറ്റനെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഡേറ്റ സ്ട്രക്ചർ. ഡിസൈൻ സോഫ്റ്റ്വെയർ പ്രൊസീജിയർ ഫോക്കസസ് ഓൺ ദി പ്രോസസ്സിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് മോഡ്യൂൾ ഇൻഡിവിജ്വലി. അപ്പം സോഫ്റ്റ്വെയർ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞല്ലോ ഡീകമ്പോസ് ചെയ്യാണ് നമ്മുടെ എൻ്റെ സോഫ്റ്റ്വെയറിനെ. അപ്പോൾ ഓരോ മോഡ്യൂളും സെപ്പറേറ്റ്ലി എന്തൊക്കെ ഫങ്ഷൻസ്, പ്രോസസ്സിംഗ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഫങ്ഷണൽ കൺസെപ്റ്റ്സ്, അതായത് സോഫ്റ്റ്വെയർ ഡിസൈൻ്റെ മെയിൻ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഡിസൈൻ പ്രിൻസിപ്പിൾസിൻ്റെ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സുകൾ. അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം ഡിസൈൻ ഫേസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. അതായത് ഡിസൈൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് SDD എന്ന് പറഞ്ഞു, അതായത് ദാറ്റ് ഈസ് സോഫ്റ്റ്വെയർ ഡിസൈൻ ഡോക്യുമെൻറ്റ്. അപ്പോൾ ആ SDDയെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലോട്ട് പോകുന്നത്. സോ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡിസ്കഷനാണ്. ദെൻ IEEE റെക്കമെൻഡഡ് പ്രാക്ടീസ് ഫോർ സോഫ്റ്റ്വെയർ ഡിസൈൻ ഡിസ്ക്രിപ്ഷൻസ്. ഓക്കെ, സ്കോപ്പ്. അതായത് SDD ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മീഡിയം ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് സോഫ്റ്റ്വെയർ ഡിസൈൻ ഇൻഫർമേഷൻ. അപ്പം നമുക്ക് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം ആണ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ്. അതായത് നമുക്കൊരു ഐഡിയ, കംപ്ലീറ്റ് ഓവർവ്യൂ തരുന്ന ഒരു എന്താണ് SDD എന്ന് പറയുന്നത്. അതിൻ്റെ റെഫറൻസ് ഇവിടെ SDDയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ SDD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളതാണ്. Design entity, an element component of a design that is structurally and functionally distinct from other elements and that is separately named and references. നമ്മൾ ഡയഗ്രം ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് ഡിസൈൻ എൻറ്റിറ്റി, അതായത് മോഡ്യൂൾസ് ആയിട്ട് ചെയ്യുമ്പം ഓരോന്നിനും ഓരോ ഫങ്ഷണാലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതാണ് എൻറ്റിറ്റിയോട് ഉദ്ദേശിക്കുന്നത്. ഡിസൈൻ വ്യൂ, എ സബ്സെറ്റ് ഓഫ് ഡിസൈൻ എൻറ്റിറ്റി ആട്രിബ്യൂട്ട് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് സ്പെസിഫിക്കലി suited to the needs of a software project activity. Then describe the set of activities. Then entity attributes, a named property or characteristics of a design entity. It provides a statement of fact about the entity. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഫോർ എൻറ്റിറ്റി ആണ്
entity attributes. Next is software design description, SDD, a representation of a software system created to facilitate analysis, planning, implementation and decision making. അപ്പോൾ SDDയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുക? അതായത് ക്രിയേറ്റഡ് ടു ഫെസിലിറ്റേറ്റ് അനലൈസിസ്, പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും. പർപ്പസ് ഓഫ് ആൻ SDD. SDD shows how the software system will be structured to satisfy the requirements identified in the SRS. Of course, നമ്മൾ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്ത എല്ലാ ഒരു കൺക്ലൂഷൻ പോലെ ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് SRSൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന റിക്വയർമെൻറ്റ്സിൻ്റെ ഒരു സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു നമ്മൾ പറഞ്ഞിരിക്കുന്ന യൂസേഴ്സിൻ്റെ നീഡ്സ് അനുസരിച്ച് എന്താണോ സോഫ്റ്റ്വെയർ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു സ്ട്രക്ചേർഡ് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും SDD എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസിക്കലി ദ ട്രാൻസ്ലേഷൻ ഓഫ് റിക്വയർമെൻറ്റ്സ് ടു എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി സോഫ്റ്റ്വെയർ സ്ട്രക്ചർ, സോഫ്റ്റ്വെയർ കമ്പോണൻറ്റ്സ്, ഇൻ്റർഫേസസ് ആൻഡ് ഡേറ്റ നെസസറി ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഫേസ്. ഓക്കെ, ഓഫ് കോഴ്സ്. ഹെൻസ് SDD ബിക്കംസ് ദ ബ്ലൂ പ്രിൻറ്റ് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ആക്ടിവിറ്റി. SDD എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇംപ്ലിമെൻറ്റേഷൻ ഒരു ബ്ലൂ പ്രിൻറ്റ് ആണ്. ഡിസൈൻ, ഡിസ്ക്രിപ്ഷൻ, ഇൻഫർമേഷൻ, കണ്ടൻറ്റ്, എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ഒരു SRS പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഞാൻ എക്സാമ്പിളൊക്കെ കാണിച്ചു തന്നിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ SDDയിൽ വരുന്ന കാര്യങ്ങളും. ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, ഡിസൈൻ എൻറ്റിറ്റീസ് ഉണ്ടാവണം, ഡിസൈൻ എൻറ്റിറ്റി ആട്രിബ്യൂട്ട്സ് ഉണ്ടാവണം കാര്യങ്ങൾ. പിന്നെ ആട്രിബ്യൂട്ട്സ് ആൻഡ് അസോസിയേറ്റഡ് ഇൻഫർമേഷൻ ഐറ്റംസ് ആർ ഡിഫൈൻഡ് ഇൻ ദ ഫോളോവിങ് സബ് സെക്ഷൻസ്. നമ്മൾ മെയിനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ 3 അതിനകത്ത് വീണ്ടും സബ് എക്സ്പ്ലനേഷൻസ് ഒക്കെ വരും. ഐഡൻറ്റിഫിക്കേഷൻ, ടൈപ്പ്, പർപ്പസ്, ഫങ്ഷൻ, സബോർഡിനേറ്റ്സ്, ഡിപ്പെൻഡൻസീസ്, ഇൻ്റർഫേസ്, റിസോഴ്സസ്, പ്രോസസ്സിംഗ്, ഡേറ്റ. അപ്പോൾ അതിനകത്ത് സബ് സെക്ഷൻസ് വീണ്ടും ഉണ്ടാവും. അപ്പം അതിനെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും സ്പെസിഫൈ ചെയ്യാന്നുള്ളതാണ്. ഡിസൈൻ ഡിസ്ക്രിപ്ഷൻ, ഓർഗനൈസേഷൻ. ഈച്ച് ഡിസൈൻ ഡിസ്ക്രിപ്ഷൻ റൈറ്റർ മേ ഹാവ് എ ഡിഫറെൻറ്റ് വ്യൂ ഓഫ് വാട്ട് ആർ കൺസിഡേർഡ് ദ എസെൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് എ സിസ്റ്റം ഡിസൈൻ. അപ്പം നമ്മളൊരു എക്സാമ്പിൾ എങ്ങനെയായിരിക്കണം ഒരു SDD എന്നുള്ളത് ഓർഗനൈസേഷൻ നമ്മൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് വൺ ഓഫ് ദ പോസിബിൾ വേസ് ടു ഓർഗനൈസ് ആൻഡ് ഫോർമാറ്റ് ദി SDD. അപ്പം അത് നോക്കാം. നമ്മളിത് കാണിച്ചിരിക്കുന്നത് ഓർഗനൈസേഷൻ ഓഫ് SDD ആണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഇൻട്രൊഡക്ഷനകത്ത് സബ് ആയിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ പർപ്പസ്, സ്കോപ്പ്, ഡെഫിനിഷൻ ആൻഡ് അക്രോണിം. പിന്നെ റെഫറൻസസ്, ദെൻ ഡീകമ്പോസിഷൻ, ഡിസ്ക്രിപ്ഷൻ. അതായത് മോഡ്യൂൾസ് ആയിട്ട് നമ്മൾ ഡീകമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോഡ്യൂൾ ഡീകമ്പോസിഷൻ, module 1 ഡിസ്ക്രിപ്ഷൻ, module 2 ഡിസ്ക്രിപ്ഷൻ, ദെൻ കൺകറൻറ്റ് പ്രോസസ് ഡീകമ്പോസിഷൻ, പ്രോസസ് 1 ഡിസ്ക്രിപ്ഷൻ, പ്രോസസ് 2 ഡിസ്ക്രിപ്ഷൻ, ഡേറ്റ ഡീകമ്പോസിഷൻ, ഡേറ്റ എൻറ്റിറ്റി 1 ഡിസ്ക്രിപ്ഷൻ, data entity 2 description, then dependency description, intermodule dependencies, interprocess dependencies, data dependencies, interfaces ഉണ്ടെങ്കിൽ അതിനെ മോഡ്യൂൾ വൈസ് ആയിട്ട് ചെയ്യുക, ഡീറ്റെയിൽഡ് ഡിസൈൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് എന്താണ് നമ്മൾ SDDയിൽ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ആ ഒരു സോഫ്റ്റ്വെയറിന് ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പം ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് ഡിസൈനേഴ്സ്, എൻജിനീയേഴ്സ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നമ്മൾ റിഫൈൻ ചെയ്ത് എറർ ഫ്രീ ആക്കി മാക്സിമം ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് SDD. ഓക്കെ, അപ്പം SDD എന്ന് പറയുന്ന ബ്ലൂ പ്രിൻ്റ് ഓഫ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് ആണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ module 3 ഇച്ചിരി വൈഡായിട്ടുള്ള ഒരു മോഡ്യൂളാണ് module 3. അപ്പോൾ അതിനകത്ത് നമ്മൾ എസ്റ്റിമേഷനും പിന്നെന്താണ് ഈ ഡിസൈനിങ്ങും പിന്നെ പ്ലാനിങ്, എങ്ങനെ പ്രോജക്റ്റ് എങ്ങനെ പ്ലാൻ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രോജക്റ്റ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.